ഇനി അടുത്തതായിട്ട് ഇതേപോലെ തന്നെ ഇതിങ്ങനെ സെറ്റായി, ഈ ടേബിളും ഓക്കെ ആയി. ഇവിടുത്തെ ഫോർമാറ്റിങ് ഒന്ന് ശരിക്കും ചെയ്യുക കേട്ടോ. അതും ഓക്കെ ആയി. അങ്ങനെ ഇത് ശരിയായിട്ടുണ്ട്. പിന്നെ ഓരോന്നും കഴിയുമ്പോഴും ഒരു ഹെഡിങ് ഇങ്ങനെ കുറച്ച് ഒരു സ്പേസ് ഇങ്ങനെ അടിയിലേക്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇതില്ലേ, ഈ സാധനം ഇങ്ങനെ എടുക്കുക, മൊത്തം സെലക്ട് ചെയ്ത് ഒരു ഹെഡിങ് ആണ്, ഇങ്ങനെ ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് ഒരു ഹെഡിങ് ആണ്. ആ ഹെഡിങ്ങിന് നമ്മൾ പ്രത്യേക ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനിങ്ങനെ നടുവിലേക്കുള്ള അലൈൻമെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗമില്ലേ, ഇതൊരു പെയിൻറ്റിങ് കൊടുക്കണതിന് അതിന് അണ്ടർലൈൻ ബോർഡർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സാധാരണ കൊടുക്കുന്ന ബോർഡർ ഇതാണ്. ഈ ഭാഗമില്ലേ, ഈ കുറേ നീലകളുണ്ട്, അതിൽ ഈ നീലയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഈ നീല കൊടുക്കുക, എന്നിട്ട് അത് അവിടെ അപ്പം അത് കഴിഞ്ഞു. അങ്ങനെ ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു വര വന്ന് എടുക്കുന്നുണ്ടാവും. ആ വര അവിടെ ആവശ്യമില്ല, അതുകൊണ്ട് ആ വരയുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ ഡിലീറ്റായി പോയിക്കോളും. പിന്നെ ബാക്കി ഹൈപ്പോത്തിസിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ അത് വെക്കാം. പിന്നെ ഈ വരല്ലേ, ഈ വര ആവശ്യമില്ല, എവിടെ ആയാലും ആ വര കണ്ടാൽ അപ്പോൾ അതും ക്ലിക്ക് ചെയ്യുകയും ഡിലീറ്റ് അമർത്തുകയും ചെയ്താൽ അത് പോയിക്കോളും. പിന്നെ ഇവിടെ ടേബിൾ ഇപ്പോൾ ഓൾറെഡി ബോൾഡായി നിൽക്കുന്നുണ്ട്. ബോൾഡായി നിൽക്കുന്നില്ലെങ്കിൽ അത് ബോൾഡ് ചെയ്യണം. പിന്നെ ഇവിടെയും ബോൾഡായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോൾഡ് ചെയ്യേണ്ടതാണെങ്കിൽ ബോൾഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ ഇതേപോലെ നേരത്തെ പോലെ ടേബിളാക്കാൻ പോവാണ്. ടേബിൾ എടുക്കുക, ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് നേരത്തെ അതേ ചെയ്ത പോലെ തന്നെ ടേബിൾ പ്രോപ്പർട്ടീസ് എടുക്കുക, സെല്ലെടുക്കുക, സെൻറ്റർ എടുക്കുക, നടുവിൽക്കാക്കുക. അതിന് ശേഷം പിന്നെ ഇത് ഡീസെലക്ട് ചെയ്യണം. ഡീസെലക്ട് ചെയ്തതിന് ശേഷം വേണം പിന്നെ ഇത് പോയിട്ട് ഇതിങ്ങനെ നടുവിലേക്ക് എടുക്കാൻ. അത് ഡീസെലക്ട് ചെയ്യാണ്ട് പിന്നെയും സെലക്ട് ചെയ്യാണ്ട് ഇത് നടുവിലേക്കാവില്ല. അപ്പോൾ ഡീസെലക്ട് ചെയ്തിട്ട് വേണം പിന്നെ പോയിട്ട് എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം അങ്ങനെ അതായി. അതിന് ശേഷം ഈ ഭാഗമില്ലേ, ഈ ഭാഗം ഇതിൻ്റെ ഇവിടുത്തെ ഈ കളറ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ ഇവിടെ മേലെ അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ മേലെയും അങ്ങനെ ചെയ്യണം. ഈ രീതിയിൽ ഒന്ന് കളർ ചെയ്യണം കേട്ടോ. ഇവിടെയും ഇങ്ങനെ ഒന്ന് കളർ ചെയ്യണം. ഇതിലും കളർ ചെയ്തിട്ടില്ല, ആ ലൈറ്റ് കളറ് ഇവിടെയും. എല്ലാ ഹെഡിങ്ങുകൾക്കും ലൈറ്റ് കളർ കൊടുക്കണം. അത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ചെയ്യാം. അതിലും നല്ലത് ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം ഒരുമിച്ച് ഈ ഫയൽ ലാസ്റ്റ് ഇങ്ങനെ സൈഡ് കളർ ഇട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോവാം കേട്ടോ. അങ്ങനെ പോകണതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. കാരണം ഒരേ സമയം നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സൈഡ് കളർ വേണമെങ്കിൽ അങ്ങനെ ഇടുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഭാഗം ഇങ്ങനെ കളർ ചെയ്തു. പിന്നെ ഇത് ഇങ്ങനെ വന്നു, ഓക്കെ. പിന്നെ ഇവിടെ വെറുതെ ഒരു ഇത് കിടക്കുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ വേറെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ, പിന്നൊരു ഈ വര, പിന്നെ ഇൻഫറൻസ് എന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഈ ഹെഡിങ്ങുകളൊന്നും ഇതിന് വേണ്ട. ചിലപ്പോൾ നമ്മൾ തരുന്നതിൽ ഹെഡിങ് ഒന്നും ഉണ്ടാവില്ല. ഹെഡിങ് ഇല്ലെങ്കിൽ കളയണ്ട, പക്ഷെ ഹെഡിങ് ഉണ്ടെങ്കിൽ അത് കളയണം. എന്നിട്ട് ഇവിടെ ഈ പാരഗ്രാഫിൻ്റെ ടാബില്ലേ, ടാബ് ഇവിടെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഇതിങ്ങനെ ആവും. പിന്നെ ഇവിടെയും ഇങ്ങനെ ടാബ് അടിച്ചു കൊടുത്താൽ അത് ഇങ്ങനെ ആവും. പിന്നെ ഇവിടെ ഈ ഇൻഫറൻസ് എന്നുള്ള കാര്യം ഇത് കളയുക. അതിന് ശേഷം ഇവിടെ ഒന്ന് ടാബ് അടിച്ചു കൊടുത്താൽ പിന്നെ ഇങ്ങനെ ടാബ് അടിച്ച് പോയാൽ മതി. അതിൻ്റെ കണ്ട ഇവിടെ ഇങ്ങനെ ടാബ് അടിച്ചു കൊടുത്താൽ ഇതിങ്ങനെ ആയി. പിന്നെ ഇതിൻ്റെ ഇതിങ്ങനെ ഡിലീറ്റ് ബട്ടൺ അമർത്തി കളയുക. പ്രാക്ടിക്കൽ റെലവൻസ് ഉള്ള ഹെഡിങ് ആണ്, ഹെഡിങ്ങിൻ്റെ ആവശ്യം നമുക്കില്ല. മാക്സിമം കയറ്റിയിടുക. എന്നിട്ട് മേലേക്ക് ഇങ്ങനെ കയറ്റാൻ അറിയാമല്ലോ, ബാക്ക് സ്പേസ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ ഇത് ടാബ് അടിച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു അനാലിസിസിൻ്റെ ഭാഗം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ അനാലിസിൻ്റെ ഭാഗം കഴിഞ്ഞു എന്നുള്ള നിലയിൽ പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒന്ന് ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരെണ്ണം കണ്ട ചെറുതായി നിൽക്കുന്നത് അതൊന്നും ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ഭംഗിയുടെ എലമെൻറ്റും കൂടി വരുത്തുക അതിൽ. പിന്നെ ഈ ഭാഗം കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഹെഡിങ് വന്നു, വലിയ ഹെഡിങ് വന്നു. ആ ഹെഡിങ് ഇതേപോലെ തന്നെ ഈ കളർ, നമ്മൾ ലൈറ്റ് കളർ പെയിൻറ്റിന് പകരം ഈ കളർ പെയിൻ്റ് അടിക്കുക. അപ്പോൾ അടിക്കുമ്പോൾ കണ്ടത് ഇത് വലുതായി നിൽക്കുന്നത്. ഇങ്ങനെ വലുതായ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മേലക്കാക്കി കഴിഞ്ഞാൽ അത് ചെറുതായി വന്നോളും കേട്ടോ. വെറുതെ അൺനെസസറി സ്പേസ് വന്ന് നിൽക്കണതാണ്, അത് കളഞ്ഞിട്ട് ഇതിങ്ങനെ ആക്കുക. പിന്നെ ഇവിടുത്തെ ഇത് ഡിലീറ്റ് ബട്ടൺ അമർത്തിയിട്ട് അത് അടിച്ച് കളയുക. പിന്നെ ഇവിടെ ഉണ്ടത് അത് ഡിലീറ്റ് ബട്ടൺ അമർത്തിയിട്ട് അടിച്ച് കളയുക. ഇവിടെ എല്ലാം ബോൾഡായി നിൽക്കുന്നുണ്ട്, അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഇതെടുക്കുക, ടേബിൾ ഹെഡിങ് എടുക്കുക, ഇതടിക്കുക. പിന്നെ ഈ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടേബിൾ പ്രോപ്പർട്ടീസ് എടുക്കുക, സെല്ലെടുക്കുക, സെൻറ്റർ എടുക്കുക, നടുവിൽക്കാക്കുക, എന്നിട്ട് ഡീസെലക്ട് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഹോം എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് പോയിട്ട് നടുവിൽക്കാക്കുക. അതിന് ശേഷം ഈ ഭാഗം ലൈറ്റ് കളറ് കൊടുക്കുക. വേണമെങ്കിൽ ഒരുമിച്ച് ലാസ്റ്റ് കൊടുത്താൽ മതി എല്ലാത്തിനും കേട്ടോ. ഇങ്ങനെ കൊടുക്കുക. ഇതാണ് പിന്നെ ചെയ്യാനുള്ളത്. ഇവിടെ ഇത് കളയുക, ഇതിങ്ങനെ കളയുക. ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഭാഗം നമുക്ക് വേണ്ട, അതും ഡിലീറ്റ് ചെയ്ത് കളയുക. അതിന് ശേഷം ഇവിടെ ടാബ് അടിച്ചിട്ട് പാരഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിങ്ങനെ പാരഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇതും പാരഗ്രാഫാണ്, അതും വേറെ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഇത് കളയുക, ഡിലീറ്റ് അടിച്ചിട്ട്. ഇൻഫറൻസ് എന്നുള്ളത് വേണ്ട, അതിങ്ങനെ അടിക്കുക. എന്നിട്ട് ബാക്ക് സ്പേസ് അടിച്ച് മേലേക്ക് കയറ്റുക. എന്നിട്ട് ഇങ്ങനെ ഇതാക്കുക.
ഇങ്ങനെ ഇതാണ് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇങ്ങനെ കുറച്ച് വർക്കുകളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇതിൻ്റെ പല ഭാഗങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ ചെയ്യാനുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഗ്രാഫൊക്കെ വരും. അപ്പോൾ ഈ ഗ്രാഫ് വരുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ കാര്യം ഒന്ന് കാണിച്ചു തരാം. ഗ്രാഫ് വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട്, ഈ ഗ്രാഫ് മാത്രമേ പറയാനുള്ളൂ. ഗ്രാഫ് വരുമ്പോൾ ഇത്തിരി വലിപ്പത്തിലിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ ആ ഗ്രാഫിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബോർഡർ കൊടുക്കാനൊരു സാധനം വരും. അപ്പോൾ ഈ ബോർഡർ ആദ്യത്തെ ബോർഡർ കൊടുത്താൽ മതി. ഇതിൽ ആദ്യം കാണുന്ന ബോർഡർ കൊടുക്കുക. ആ ബോർഡർ കൊടുത്താൽ ഇതൊരു കുറച്ചും കൂടി വൃത്തിയായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ 3D ഇമേജിൽ വരും. അതിനുശേഷം അതുമ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ താഴത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ സൈസ് കുറച്ചെടുക്കാൻ പറ്റും. അങ്ങനെ സൈസ് കുറയ്ക്കുക. പിന്നെ ഈ ഭാഗമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ നിൽക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതിങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആക്കാനൊക്കെ പറ്റും. എപ്പോഴും വേണ്ടത് ഇതിൻ്റെ ഒരു സൈസ് കണ്ട, ഇതിന് ഒരു സൈസ് കണ്ട, ഇവിടെ തൊട്ട് ഇവിടം വരെ വരുന്ന ടൈപ്പിലുള്ളൊരു സൈസല്ല ഇത്. ആ സൈസിന് നേരെ താഴെ വന്ന് നിന്നാലും ഏറ്റവും വൃത്തി ഉണ്ടാവുക. ഏതെങ്കിലും കാരണവശാൽ ഇങ്ങോട്ട് നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഇവിടെ ഇപ്പം നേരത്തെ കണ്ടില്ല ഒരു പ്രശ്നം, ഇങ്ങനെ വന്നിക്കൽ ഇതിപ്പോൾ കണ്ട അങ്ങനെ ആകെ പരന്നിട്ട് ഇതിങ്ങനെ വന്നിക്കുന്നത്. പ്രൊഫൈൽ കഴിഞ്ഞ് കുറേ സ്പേസ് കഴിഞ്ഞ് പ്ലോട്ട് കഴിഞ്ഞ് പിന്നെ കുറേ സ്പേസ് കഴിഞ്ഞ് ഇൻ്റർപ്രിറ്റേഷൻ അങ്ങനെ വരുന്ന കേസുകളിലൊക്കെ ഇവിടെ പിടിച്ചമർത്തിയിട്ട് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ അത് ഒരുമിച്ചായിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ. പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് ഇതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കളയാം. അപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫുകൾ വരുമ്പോൾ പരമാവധി വൃത്തിയിൽ, വല്ലാണ്ട് ചെറുപ്പമല്ല എന്നാൽ വല്ലാണ്ട് വലുപ്പമല്ല, ഇത് കാണാവുന്ന വൃത്തിയുള്ള വിധത്തിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ ഗ്രാഫ് വരും. ഇത് കണ്ട, ഇത് വലിയ ഗ്രാഫാണ്. ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് വീണ്ടും ചെയ്തു, ഞാൻ കാണിച്ചുതരാം. ഡബിൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം ഈ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഓപ്ഷൻ വരും, ഇവിടെ പ്രത്യക്ഷപ്പെടും. അതിന് ശേഷം ഇത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി വൃത്തിയിൽ ആ ഗ്രാഫ് വരും കേട്ടോ. പിന്നെ ഇവിടെ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല ഇത്രയും ഭാഗത്ത് വെക്കാനായിട്ട്. അങ്ങനെ തീരെ സ്ഥലം ഇല്ലെങ്കിൽ ആ ഗ്രാഫ് അടിയിലേക്ക് നിർത്താം. പിന്നെ മൂന്നാമത്തെ ഗ്രാഫ് വന്നിക്കുന്നുണ്ട്. ആ ഗ്രാഫും ഇതേപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ആക്കുക. അതിന് ശേഷം ഇവിടെ സ്പേസ് വെറുതെ കളയണ്ട. അപ്പോൾ ഗ്രാഫിന് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. 2-3 ഗ്രൂഫൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് പരമാവധി ഇങ്ങനെ ആക്കുക. ഇത് ഗ്രാഫിൻ്റെ മൊത്തം ഇൻ്റർപ്രിറ്റേഷനാണ് അടി കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ മേലേക്ക് കയറ്റി വെക്കുക. അതിന് ശേഷം ഇങ്ങനെ ടാബ് സെറ്റ് ചെയ്തിട്ട് അതിനെ നല്ല ഭംഗിയാക്കുക. അതിന് ശേഷം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതേപോലത്തെ സബ് ഹെഡിങ്സ് ഒന്നും വേണ്ട. അതിന് പകരം ഇങ്ങനെ ആക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പ്ലോട്ട് വരുന്ന സമയമല്ലേ, ഈ പ്ലോട്ട് വരുന്ന ഇങ്ങനത്തെ ഗ്രാഫ് വരുന്ന അതിനിങ്ങനെ ഒരു സബ് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവും. അതിങ്ങനെ നടുവിൽക്കാക്കണം. കാരണം ഈ പ്ലോട്ടിൻ്റെ ഭാഗത്ത് അത് മാത്രമാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇതേപോലത്തെ ഗ്രാഫുകൾ വരുന്ന സമയത്ത് അതിനൊരു ഹെഡിങ് ഉണ്ടാവും, പ്രൊഫൈൽ പ്ലോട്ട് ഇൻ്റർപ്രിറ്റേഷൻ. അത് കളയരുത്. അത് ഇതിൻ്റെ കൂടെ തന്നെ വെക്കണം. അത് കളയാൻ പാടില്ല. ബാക്കി സൈഡിൽ വരുന്ന ഹെഡിങ്ങുകളെല്ലാം തന്നെ നമുക്ക് കളയാം കേട്ടോ. പ്രത്യേകിച്ച് ഇൻ്റർപ്രിറ്റേഷൻ, ഇൻഫറൻസ് ഇങ്ങനെ കളയേണ്ട കാര്യം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇങ്ങനെ സാധാരണ പ്രാക്ടിക്കൽ റെലവൻസ്, ഇൻഫറൻസ്, ഇൻ്റർപ്രിറ്റേഷൻ ഇങ്ങനെ വരുന്ന സാധനങ്ങളാണ് കളയേണ്ടത്. ഗ്രാഫ് തുടങ്ങുന്നു എന്ന് കാണിക്കാനായിട്ട് ഗ്രാഫിൻ്റെ ഭാഗത്ത് പ്രൊഫൈൽ പ്ലോട്ട് ഇൻ്റർപ്രിറ്റേഷൻ ഒരു ഭാഗം ഉണ്ടാവും, അത് കളയണ്ട കേട്ടോ. ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ താഴെ വരുമ്പോഴും ഇതേപോലെ ഇങ്ങനെ കുറേ ഇൻ്റർപ്രിറ്റേഷൻ കണ്ട. ഇപ്പോൾ പ്രാക്ടിക്കൽ റെലവൻസ് ഓഫ് ദ പ്രൊഫൈൽ അതൊന്നും വേണ്ട. ആകെ അത് മാത്രമേ നിലനിർത്തേണ്ടുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഇതും കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ഇതെടുക്കുക, എന്നിട്ട് ഇതാക്കുക. അപ്പോൾ ഇത് ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ട ഇങ്ങനെ ചെറുതായി നിൽക്കുന്നത്. ഇത് വലുതാക്കാനായിട്ട് ഈ ഭാഗം ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ ആക്കിയാൽ വലുതാവും. അതിന് ശേഷം ഇതിങ്ങനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടേബിൾ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെല്ലെടുക്കുക, സെൻറ്റർ എടുക്കുക, അതിലേക്ക് വരിക. അതിന് ശേഷം വീണ്ടും ഡീസെലക്ട് ചെയ്തിട്ട് പിന്നെ ഈ ഹോമിലേക്ക് പോയിട്ട് നടുവിൽക്കാക്കുക. അപ്പോൾ അത് കറക്റ്റ് ഈ എല്ലാത്തിൻ്റെ സ്ഥലത്തേക്ക് ഫിക്സ് ആയിട്ട് വന്നിക്കും. ഇത് വേണ്ട, ഇത് കളയുക. പിന്നെ ഇവിടെ ഇത് പെയിൻറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ എല്ലാതും. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തിട്ട് അയക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് റിമാർക്സ് തന്നെ ഭാഗമാണ് ഉണ്ടാവുക. അവിടെ പ്രത്യേകിച്ച് ഇതേപോലെ പെയിൻ്റ് ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി കുറച്ചേരത്തൊന്ന് പെയിൻ്റ് അടിച്ചതാണ്. അത് അടിക്കേണ്ട കാര്യമില്ല. പെയിൻ്റ് അടിച്ചിട്ട് കളയണമെന്നുണ്ടെങ്കിൽ ഈ നോ കളർ എന്നുള്ളടത്ത് അടിച്ചു കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ചത് പോയിക്കോളും കേട്ടോ.
പക്ഷേ ഇങ്ങനത്തെ ഹെഡിങ്ങുകൾ, ഈ കൺക്ലൂഡിങ് റിമാർക്സും ഹെഡിങ്, അങ്ങനത്തെ ഹെഡിങ്ങുകൾ മനസ്സിലായില്ലേ, ആ ഹെഡിങ്ങുകളൊക്കെ ഇവിടെ തന്നെ വേണം കേട്ടോ. ഈ കൺക്ലൂഡിങ് റിമാർക്സ് എന്നുള്ള കാര്യമില്ലേ, അതിങ്ങനെ ബോൾഡ് ചെയ്യണം. ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞ സാധനങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് എഴുതിയത്, ഇൻഫറൻസ് എന്ന് എഴുതിയത്, പ്രാക്ടിക്കൽ റെലവൻസ് എന്ന് എഴുതിയത്, അതാണ് വേണ്ടാത്തതുള്ളൂ. ബാക്കിയെല്ലാം വേണ്ടതാണ്. സബ് ഹെഡിങ്സ് കേട്ടോ, ബാക്കിയെല്ലാം വേണ്ടതാണ്. ഒരു ടേബിൾ കഴിഞ്ഞതിന് ശേഷം അതിന് ഇൻ്റർപ്രിട്ടേഷൻ ആണ്